ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതാ ഇതിനായിട്ട് കുറച്ച് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒരു ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിനനുസരിച്ച് സോസേജിൻ്റെ എണ്ണയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ സോസേജൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഞാനിതാ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് 2 കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ വെച്ച് കൊടുക്കാം, ക്യാരറ്റൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മറ്റേ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കയ്യിൽ മയോനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മയോനീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ കുക്കുംബറിൻ്റെ മുകളിലായിട്ട് ഞാനിതാ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാനിലേക്ക് ഞാൻ കുറച്ച് ഗീയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇതിന് മുന്നേയും ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ലൊരു ഫില്ലിങ്സിനോട് കൂടിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾക്ക് എപ്പോഴും ചിക്കനോ ബീഫോ അല്ലെങ്കിൽ എഗ്ഗൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സോസേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും till then take care, bye, thank you, thanks for watching.